ഗഡികളെ അപ്പൊ നമ്മള് വീണ്ടും വ്ളോഗായിട്ട് വന്നിട്ടാ. രാവിലെ തന്നെ ഞാൻ ബസ്സും കയറി നടന്നു പോണത് എങ്ങോട്ടാന്നല്ലേ, അമ്മ വീട്ടിൽ തന്നെ സ്വന്തം വീട്ടിൽ ഞാൻ പോവാണ്. എന്നെ കൊണ്ടുപോയിട്ട് എന്റെ ചേട്ടൻ ഇവിടെ പറന്നെത്തിണ്ട്. പോണ വഴിക്ക് ഞങ്ങളുടെ പാടത്തിന്റെ കാഴ്ചട്ടാ. എന്തായാലും മുടിയെല്ലാം വളർന്നു പറഞ്ഞ എന്റെ അപ്പ എന്നെ മുടി വിട്ടായിരുത്തിണ്ട്. അവസാനം ചുന്ദരനാവൻ തോന്നുന്നുണ്ട്. പറഞ്ഞ പോലെ ചുന്ദരനായിണ്ടല്ലോ. മുടി ഇത്തിരി കുറഞ്ഞ വിഷമത്തില് ഞാൻ നടന്നു പോകുമ്പോഴാണ് എന്റെ കൂട്ടുകാരി ഈ മുടി കാട്ടിയത്. അവന്റെ പോലെ മുടി വെക്കാനാണ് അവൻ പറയണത്. എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വെക്കേഷൻ അല്ലെങ്കിൽ കളിക്കാൻ വരാൻ പറ്റാത്തതുകൊണ്ട് കളിക്കാൻ ഒരു ക്രേസ് ഉണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് ഒരുങ്ങിയിരിക്കുന്ന സഞ്ജു സാംസണും ധോണിയായിട്ട് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ബാറ്റിംഗ് ഫസ്റ്റിന് ഔട്ടായിട്ട് ഞാൻ പിന്നെ ഫീൽഡിംഗിലേക്ക് ഇറങ്ങി. കളിയുടെ ഇടയിൽ പല പ്ലാനുകൾ ഞങ്ങൾ ഇട്ടു. അത് കാര്യം ഉണ്ടായില്ല, കാരണം ബാറ്റിംഗ് നമ്മുടെ ക്രിസ്ത്യാനോ ഔട്ടായ സന്തോഷം ചാടിത്തുള്ളൂ. കളി തോറ്റെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഈ കണ്ണാടി മുടി വെച്ച് നടക്കുമ്പോൾ റോട്ടിത്തുള്ള എല്ലാവരും എന്നെ നോക്കുക. ഉച്ചതിരിഞ്ഞ് മാങ്ങാണ്ടി ഞാൻ ഞാൻ പോണത് കൂട്ടുകാരപ്പം നീന്താനാണ് കേട്ടോ. നീന്തിട്ട് കുറെ കാലം കൊണ്ട് തന്നെ എനിക്ക് നീന്താൻ ഒരു ചെറിയ പേടി. ഇവിടെ എല്ലാം പിള്ളേരെ വെള്ളത്തിൽ ആറാടാണ്. എന്തേലും ആവട്ടെ എന്ന് വെച്ചാൽ ഞാനും പതുക്കെ നീന്തി തുടങ്ങി. ഇതാണ് നമ്മുടെ സ്വന്തം ഏകനെ കൂട്ടൻ. ഉഷാറായപ്പോ പിള്ളേരൊക്കെ എവിടെ നിന്ന് ചേട്ടൻ അവർക്ക് തന്നെ പിടുത്തില്ല. അങ്ങനെ കുളത്തിലെ എല്ലാ കുഴപ്പം കഴിഞ്ഞ് ഞങ്ങൾ നടന്നു പോയോണ്ടിരിക്കുമ്പോഴാണ് എന്റെ മുഖം ഏതോ ഒരു സിനിമയുടെ പോലെ എനിക്ക് തോന്നിയത്. എന്തേ ഞാൻ പറഞ്ഞ ശരിയല്ല. അതും കഴിഞ്ഞ് എന്റെ കൂട്ടുകാരന്മാരൊപ്പം ഞാൻ ഇനി പോകുന്ന ഫുട്ബോൾ കളിക്കാനാണ്. എന്റെ ആഴ്ചയായിട്ട് കൂട്ടുകാരെന്ന് വെച്ചാലും രണ്ടാമത്തെ അടിക്കുന്ന ഞാൻ എവിടെ പോസ്റ്റിക്ക് ഒരു അടി എന്റെ പോവില്ല കണ്ടില്ല. അവസാനം ഇപ്പൊ നല്ല മഴക്കാരെ കണ്ടു. ഞാൻ പതുക്കെ വീട്ടിൽ തെറിച്ചു. കാരണം നമുക്ക് ഇനി ഒരു ബർത്ത്ഡേ ഉണ്ട്. ആരുടെ ബർത്ത്ഡേ എന്നല്ല, എന്റെ അനിയത്തിന്റെ ബർത്ത്ഡേ. അങ്ങനെ അവൾക്ക് വാങ്ങിയ ഇപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ കണ്ടതാണ് പ്ലാസ്റ്റിക് പോലെ പീച്ചൊന്നും. ഇതാണ് ഞാൻ പറഞ്ഞ ബർത്ത്ഡേ കുട്ടി സച്ചിതാറോ. അവള് കേക്ക് മുറിക്കാൻ താമസിക്കുന്ന കുഞ്ഞോറിയും കണ്ടുള്ളൂ. അപ്പോഴേക്കും തിന്നു തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മളൊന്നും നോക്കിയാൽ നേരെ നമ്മള് ഫുഡ് കഴിക്കായിരുന്നു. അടിപൊളി KFC ഒക്കെ ആയിട്ടാ വലിയ ഉണ്ടാക്കി വെച്ചത്. അത് കഴിഞ്ഞപ്പോ നമ്മുടെ കുഞ്ഞു മരുന്ന് അടിപൊളി പറഞ്ഞു. എന്റെ പൊന്നോ കാണേണ്ടതായിരുന്നു. അത് കഴിഞ്ഞപ്പോ നമ്മുടെ സാമൂലിന്റെ ഇംഗ്ലീഷ് പ്രസംഗം. അവന്റെ ഇംഗ്ലീഷ് താങ്ങാൻ പറ്റാണ്ടായപ്പോ ഞാൻ പതുക്കെ സൈഡായിട്ടാ. അപ്പൊ ശരി, ഫോളോ ചെയ്യാൻ മറക്കണ്ട.